നമസ്കാരം. കൊട്ര വാർത്തയിലേക്ക് ഏവർക്കും സ്വാഗതം. ഞാൻ ദാസ് കൊട്ര. മീയന്നൂർ സ്കൂളിലെ കുട്ടികൾക്കുള്ള പ്രഭാത ഭക്ഷണത്തിൻ്റെ വിതരണോദ്ഘാടനം വാർഡ് മെമ്പർ എം ലിജു നിർവഹിച്ചു. പൂജപ്പള്ളി ഗ്രാമപഞ്ചായത്തിലെ കാഞ്ഞിരംപാറ വാർഡിൽ നടന്ന ബൈ ഇലക്ഷനിൽ വിജയം വരിച്ച് കോൺഗ്രസ്. അപ്പം ഞങ്ങൾക്ക് വളരെ സന്തോഷം, വളരെ ബഹുമാനത്തോടുകൂടി വോട്ടർമാരോട് നന്ദി പറയുന്നു. പിന്നെ അല്ല 2014 നിസ്സാര വോട്ടുകൾക്കാണ് നിങ്ങളുടെ കൂട്ടായ ഒരു പ്രയത്നമായിരുന്നല്ലോ ജയിക്കാനുള്ള കാരണം. നിസ്സാര വോട്ടുകൾക്ക് കോവിഡായിരുന്നു കഴിഞ്ഞ പ്രാവശ്യം. കോവിഡിന്റെ പ്രശ്നത്താലാണ് ഞങ്ങളുടെ വോട്ട് പോസ്റ്റൽ വോട്ട്. കൊട്ര ശങ്കരമംഗലം ഹയർ സെക്കൻഡറി സ്കൂളിൽ ആനുവൽ സ്പോർട്സ് ഡേക്ക് കൊടിയേറി. ഉമ്മൻചാണ്ടി ചാരിറ്റബിൾ ട്രസ്റ്റിൻ്റെ നേതൃത്വത്തിൽ വെളിയം വിവേകോദയം LPSൽ ഉമ്മൻചാണ്ടിയുടെ ഓർമ്മദിനത്തിൽ കുട്ടികൾക്ക് ഉച്ചഭക്ഷണ വിതരണം നടത്തി. വെളിയം സരസ്വതി ആംബുലൻസിൻ്റെയും ബാദുഷ ലവ് ബേഡ്സിൻ്റെയും നേതൃത്വത്തിൽ വയനാട്ടിലേക്ക് വെളിയത്ത് നിന്നും അവശ്യ സാധനങ്ങളുമായി ഒരു സാന്ത്വന യാത്ര. ഇക്കഴിഞ്ഞ കർക്കിടക വാവ് ദിനത്തിൽ വാക്കനാട് ശ്രീ മഹാദേവ ക്ഷേത്രത്തിൽ നടന്ന ബലി തർപ്പണം. ഒരു കുടുംബത്തിലുള്ളവരുടെ പിതൃക്കളുടെ ഉന്നമനത്തിനും എല്ലാത്തിനും വേണ്ടിയിട്ട് നമ്മൾ പിതൃബലി നടത്തേണ്ടതാണ്. അത് സന്താനങ്ങളുടെ ഉത്തരവാദിത്വവും കൂർച്ചേ സന്നിരുദ്ധഭവ അന്യതിലോട്ടും പറ്റും. ഇടതുപക്ഷ സഹകരണ മുന്നണി കൊട്ര വാർഡ് കൺവെൻഷൻ ബ്ലോക്ക് മെമ്പർ G. തോമസ് ഉദ്ഘാടനം ചെയ്തു. വാർഡ് മെമ്പർ MP. പ്രകാശ്, ശ്രീ M. രാജു തുടങ്ങിയവർ പങ്കെടുത്തു. കൊട്ര വെൺമേലിൽ പുത്തൻ വീട്ടിൽ സരസ്വതിയമ്മ അന്തരിച്ചു. സംസ്കാരം നടത്തി. പരേതയ്ക്ക് കൊട്ര വാർത്തയുടെ ആദരാഞ്ജലികൾ. വെളിയം താന്നിമുക്ക് രാഹുൽ നിവാസിൽ ബാബു അന്തരിച്ചു. സംസ്കാരം നടത്തി. പരേതന് കൊട്ര വാർത്തയുടെ ആദരാഞ്ജലികൾ. ഇതോടുകൂടി ഈ ആഴ്ചയിലെ കൊട്ര വാർത്തകളിലൂടെ പൂർണ്ണമാകുന്നു. പുതിയ വാർത്തകളും വിശേഷങ്ങളും വീണ്ടും കാണുന്നവരെ നമസ്കാരം.